ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. വചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസം മൂലമാണ് നോഹ അന്ന് കാണപ്പെടാതിനെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം പണിതു. വലതുകരമുയർത്തി പറയാമോ ഹല്ലേലൂയ. തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി അന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം, സ്വർഗത്തിന്റെ നാഥൻ, രാജാതിരാജൻ, സർവശക്തനായ ദൈവം, ആദിയും അന്ത്യവുമായവൻ, എൽ ശദ്ദായി ശാലോം, വീണ്ടെടുപ്പിന്റെ രാജാവ് അവനോട് പറഞ്ഞപ്പോൾ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വയം അവൻ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്ര പേർ ഒരുക്കത്തോടുകൂടി ഇരിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ മാത്രമല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനായി എത്ര പേർ ഒരുക്കത്തോടിരിക്കുന്നു? അതാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന വചനം ധ്യാനിക്കുന്ന വിഷയവും. ഹല്ലേലൂയ. പെട്ടകം പണിയുവാനായി ദൈവപ്പോൾ ആ പെട്ടകം തൻ്റെ നോഹയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ 4 പെട്ടകങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിക്ക് വേണ്ടി നിർമ്മിച്ചത്, 2 ഒരു കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചത്, 3 ഒരു സമൂഹത്തിന് വേണ്ടി നിർമ്മിച്ചത്, 4ാമത്തെ ഒരു പെട്ടകം കൂടെ കടന്നു വന്നു. മാനവരാശിക്ക് വേണ്ടി, സകല ജീവജാലങ്ങൾക്ക് വേണ്ടി, സകല മക്കൾക്ക് വേണ്ടി ഒരു പെട്ടകം കടന്നു വന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഫറവോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കടക്കുന്ന ഇസ്രായേൽ ജനങ്ങൾ പെറ്റുപെരുകുന്നത് കണ്ടപ്പോ ഫറവോയ്ക്ക് ഉള്ളിൽ ഒരു ഭയമുണ്ടായി. ആ ഭയത്തിൽ നിന്നും ഉരുവിട്ട ഒരു ചിന്തയാണ്, ഇസ്രായേൽ ജനങ്ങൾ ഇനി ജനിക്കുന്ന ആദ്യജാതന്മാരെ, ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് കൊല്ലണമെന്ന് ഫറവോ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ അവരുടെ കുടുംബത്തിൽ ദരിദ്രരായി ജനിച്ച ആൺമക്കളെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭം കടന്നു വരുമ്പോൾ കർത്താവിത ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം പണിതു, ഞാങ്ങണപ്പെട്ടകം. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം പണിഞ്ഞു, ഞാങ്ങണപ്പെട്ടകം. ആ കുഞ്ഞിലൂടെ അവിടെ കർത്താവ് ആ പെട്ടകത്തിലൂടെ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കുന്നില്ല? സ്വരമുയർത്തി ഹല്ലേലൂയ. 2ാമത് അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ വീണ്ടും കർത്താവ് 2ാമതൊരു പെട്ടകം പണിയുകയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് വ്യക്തമായി വചനത്തിലൂടെ ഗോഫൂർ മരം കൊണ്ടുള്ള ഒരു പെട്ടകം. ആ പെട്ടകത്തിനകത്ത് ഒരു കുടുംബം, നോഹയും ഭാര്യയും 3 ആമക്കളും 3 മക്കളും കൂടെ 8 പേരടങ്ങുന്ന ഒരു കുടുംബം രക്ഷ പ്രാപിച്ച് കടന്നു പോകുന്ന ഒരു പെട്ടകം ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് പണിയുകയാണ്. ഹല്ലേലൂയ. 3ാമതൊരു പെട്ടകം കടന്നു വരുമ്പോൾ 3ാമതൊരു പെട്ടകത്തെ കാണാനായിട്ട് സാധിക്കും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിനോട് കർത്താവായ ദൈവം ഇതാ പറയുന്നു, മക്കളെ, എനിക്ക് നിങ്ങളോടൊപ്പം വസിക്കുവാൻ, നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ നിങ്ങളൊരു സമാഗമ കൂടാരം പണിയണം, അതിനകത്തൊരു പെട്ടകം പണിയണം. അവിടെ ഞാൻ വസിക്കും, നിങ്ങളോടായിരിക്കുവാൻ, നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളോട് വസിക്കുവാൻ. അങ്ങനെ ഒരു പെട്ടകം, വാഗ്ദത്ത പെട്ടകം ഇസ്രായേൽ ജനങ്ങൾക്ക് കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു ജനത്തിന് വേണ്ടി നൽകുന്നു. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. കരുവേല മരം കൊണ്ട് കർത്താവ് അവിടെ ഒരു പെട്ടകം പണിയുവാനായിട്ട് ഇസ്രായേൽ ജനങ്ങളോട് പറയുമ്പോൾ, മോശയോടും അവിടെയുള്ള മക്കളോടും പറയുമ്പോൾ, ഞങ്ങളോടൊപ്പം വസിക്കുവാൻ, നമ്മളോടൊപ്പം വസിക്കുവാനായി ദൈവമായ കർത്താവ് അവിടെ ആ ജനത്തിന്റെ കൂടെ നടക്കുന്നതായി നമുക്ക് പുറപ്പാട് പുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. അടുത്തിരിക്കുന്നവർക്ക് ഷേക്കൻ എടുത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം, ഒരു സമൂഹത്തിന് വേണ്ടി ഒരു പെട്ടകം. എന്നാൽ 3ാമത്തെ ഒരു പെട്ടകം ഈ ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്
കടന്നു വന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യേശു എന്ന പെട്ടകം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഇതാ പുതിയ നിയമത്തിലേക്ക് പരിശുദ്ധ അമ്മയോട് ഇതാ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് പറയുന്നു, ഇതാ മാനവരാശി മുഴുവനും വേണ്ടി, സർവ്വജനങ്ങൾക്ക് വേണ്ടി, കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലാതെ, സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലാതെ, ദരിദ്രനെന്നോ സമ്പന്നനോ അല്ലാതെ സകലരും രക്ഷ പ്രാപിക്കുവാൻ ഇതാ ഒരു പെട്ടകത്തെ കർത്താവ് ഭൂമിയിലേക്ക് അയക്കുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ വചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ കേട്ടില്ല, രക്ഷ പ്രാപിക്കും. ആ പെട്ടകത്തിന്റെ വാതിൽ ആരാ? യേശു. യേശുവാകുന്ന പെട്ടകത്തിന്റെ വാതിലായി നിൽക്കുന്ന സർവശക്തൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ നിങ്ങൾ കടന്നു വരും, എന്നിലൂടെ നിങ്ങൾ പുറത്തു കടന്നു പോകും, നിങ്ങൾ മേച്ചിൽസ്ഥലങ്ങൾ കണ്ടെത്തും. ഞാനാണ് വാതിൽ. ആ പെട്ടകത്തിന്റെ വാതിൽ കർത്താവ് പറയുന്നു, ഇതാ സർവ മക്കൾക്കും വേണ്ടി, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാമരനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ അല്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനോ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാൻ, സകല ജീവജാലങ്ങളും സകലം രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, സ്വർഗത്തിന്റെ നാഥൻ, നമ്മുടെ കൂടെ വസിക്കുന്നവൻ, നമ്മളോടൊപ്പം വസിക്കാൻ, നമ്മളെ രക്ഷ പ്രാപിക്കാൻ, നമ്മൾ വീണ്ടെടുക്കപ്പെടണമെന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നും തലമുറകൾ വീണ്ടെടുക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന രാജാതിരാജനായ പൊന്നു തമ്പുരാൻ ഇതാ ഇന്ന് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്താണോ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിന് പുറത്താണോ?